നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ്. രോഗികളിൽ നിന്നും ഐസിയുവിന് 500 രൂപയും വെന്റിലേറ്ററിന് 750 രൂപയും ചാർജ് ഏർപ്പെടുത്തിയത് ഉടൻ പിൻവലിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി M. മുരളി ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ കോളേജ് വികസന സമിതി ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണം അനധികൃതമായി നടത്തിയ രാഷ്ട്രീയ നിയമങ്ങൾക്ക് ശമ്പളം നൽകുവാനും ദൂർത്തടിക്കുവാനും വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്ന് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വാസവൻ കൂട്ടുനിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗൌരി ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജോബിൻ ജേക്കബ്, ഏറ്റുമാനൂർ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സോബിൻ തെക്കേടം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാഹുൽ അറിയപ്പള്ളി, ജില്ലാ ഭാരവാഹികൾ കൃഷ്ണകുമാർ, ഷിയാസ് മുഹമ്മദ്, അനൂപ് അബൂബക്കർ, മോനു ഹരിദാസ്, യദു സി നായർ, അസീബ്, ബിബിൻ വർഗീസ്, റിച്ചി സാം ലൂക്കോസ്, അബു താഹിർ, വിഷ്ണു വിജയൻ, അർജുൻ രമേശ്, ജിബിൻ, ജെനിൻ, ഫിലിപ്പ്, വിഷ്ണു, ചെമ്മണ്ടവള്ളി, രാജ്മോൻ, ഓദാട്ടിൽ, സുബിൻ, സനൽ, കാട്ടാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. 5 ജില്ലകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രോഗികളാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. ആശുപത്രിയിലെത്തിയാൽ ചികിത്സയുടെയും മരുന്നിന്റെയും വലിയ ശതമാനം ചെലവ് രോഗികൾ തന്നെ വഹിക്കണം. ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ മരുന്നും ഉപകരണങ്ങളും ഗ്ലൗസും വാങ്ങി നൽകണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ജീവരക്ഷാ മരുന്നുകൾ പോലും പുറത്തുനിന്നും വാങ്ങി നൽകണം. ഇതിനിടെയാണ് രോഗികൾക്ക് ഇരുട്ടടിയായി വികസന സമിതിയുടെ പുതിയ തീരുമാനം. കോട്ടയം ജില്ലയിൽ മാത്രമല്ല, ഒരു 5 ജില്ലയിൽ കൂടുന്ന ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ പല രോഗ ചികിത്സയ്ക്ക് വേണ്ടി വരും. ഇവിടെ വരുന്ന രോഗികൾക്ക് നിരാശപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മന്ത്രിയുണ്ട്, EN വാസൻ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടെയാണ്. ഇവിടെ മുൻ കാലഘട്ടത്തിൽ UDFിൻ്റെ ഭരണകാലത്തിൽ നടപ്പിലാക്കിയ ഇൻഷുറൻസ് പദ്ധതികൾ പോലും, കാരുണ്യ പദ്ധതികൾ പോലും നിർത്തലാക്കുക. അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളുടെ ഇരുന്ന് 500 രൂപ മേടിക്കുന്നു. അതുപോലെ തന്നെ ICU കിടക്കുന്ന രോഗികളുടെ ഇരുന്ന് 500 രൂപ മേടിക്കുന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളുടെ ഇരുന്ന് 750 രൂപ മേടിക്കുന്നു. അതുപോലെ പാർക്കിംഗ് ഫീസ് 5 രൂപ ഇരുന്ന് അത് 2 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഇതാണ് LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കട്ടുമുടിക്കാൻ വേണ്ടി ഒരു സർക്കാരായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ DFI അടക്കമുള്ള സംഘടനക്കാരുടെ ഭാര്യയും മക്കളും അതുപോലെ തന്നെ സഹോദരന്മാർക്കും പിൻവാതിലിൽ കൂടി നിയമനങ്ങൾ നടത്തുന്നു. അവർക്ക് നിയമനങ്ങൾ നടത്തുന്നപ്പം മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി കിട്ടേണ്ട നിയമനങ്ങൾ പോലും നടക്കുന്നില്ല. അങ്ങനത്തെ നിയമനങ്ങൾ വഴി കയറുന്നവർക്ക് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ അഴിമതിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും വലിയ അഴിമതിക്ക് ഒരിക്കലും യൂത്ത് കോൺഗ്രസ് കൂട്ടി നിൽക്കത്തില്ല. യൂത്ത് കോൺഗ്രസ് നേതൃപരമായിട്ടുള്ള തീരുമാനം അനുസരിച്ച് ഇത് ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. വരുന്ന ആളുകളിൽ ഈ ഓർഡർ പിൻവലിച്ച് മാറ്റി തരുന്നില്ലെങ്കിൽ വൻ പ്രശ്നത്തിലേക്ക്
ചികിത്സ